ഓക്കെ, അപ്പൊ ഇതിൽ ഈ കാണുന്ന ഈ വിൻഡോ ആണ് അസൂർ ഡേറ്റ ഫാക്ടറിന്റെ സ്റ്റുഡിയോ. ഓക്കെ, ഇതിൽ ഓക്കെ ഇവിടെ ഈ ഓത്തർ എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ പൈപ്പ് ലൈൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഇവിടെ പൈപ്പ് ലൈൻ കണ്ടില്ലേ, പൈപ്പ് ലൈൻ ഡേറ്റ സെറ്റ്, ഡേറ്റ ഫ്ലോ, പവർ ക്വയറി, ഇങ്ങനത്തെ കുറെ സംഭവങ്ങളുണ്ട്. ഓക്കെ, പിന്നെ ഈ ഇതെന്ന് പറയുന്നത് നമ്മളൊരു ജോബ് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് മോണിറ്ററിൽ പോകും. ലോഗിൻ ചെയ്യാൻ പറയുന്നത് ഇത് ആക്ച്വലി നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് എന്തിനാ? നമ്മൾ ഡേറ്റാബേസിൽ നിന്ന് റോ ഡേറ്റനെ ഇങ്ങോട്ട് കൊണ്ടുവരാനല്ലേ? ഡേറ്റാബേസ് എന്നോ എവിടുന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഡേറ്റ കൊണ്ടുവരാം. അപ്പൊ അത് ഞാൻ റോ ഡേറ്റനെ കൊണ്ടുവന്ന് പ്രോപ്പർ ആക്കാനല്ലേ, അതോ റോ ഡേറ്റിനെ കൊണ്ടിടാനോ? നമുക്ക് ഓക്കെ, ഇത് ഇപ്പൊ ഈ സൈഡിൽ കാണുന്ന മൊത്തം ഇതിന്റെ ഡിഫറെന്റ് ആക്ടിവിറ്റീസ്. അതിൽ ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ ഡേറ്റ ബ്രിക്സ്, ഡേറ്റ ലേക്ക് അനലിറ്റിക്സ്, അങ്ങനെ കുറെ സംഭവമുണ്ട്. അപ്പൊ ഇതിൽ നമുക്ക് ഇത് കണ്ടോ, മെഷീൻ ലേണിംഗ്, അങ്ങനെ എല്ലാ സാധനത്തിനും നമുക്ക് ഈ സാധനം ഇതിൽ ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പൊ ഇപ്പൊ ഞാൻ ഈ ഒരു പൈപ്പ് ലൈൻ നോക്കി കഴിഞ്ഞാൽ ഇത് എംപ്ലോയി ഡോട്ട് പി എൽ അണ്ടർസ്കോർ പി എൽ എന്ന് പറഞ്ഞൊരു പൈപ്പ് ലൈൻ ക്രിയേറ്റ് ചെയ്യുക. ഇതിന്റെ അകത്ത് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഴ്സ് ഒരു ഫയലാണ്. ഓക്കെ, ഒരു ഫയലിൽ നിന്ന് ഒരു ലൊക്കേഷനിൽ നിന്ന് വേറെ ലൊക്കേഷനിലോട്ട് ഫയലിനെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഇത് കൊണ്ടുവരുന്ന ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ ഇതൊരു സ്റ്റോറേജ്, ബ്ലോബ് സ്റ്റോറേജ് ഉണ്ട്, അസ്യൂർ ബ്ലോബ് സ്റ്റോറേജ്. ആ സ്റ്റോറേജിൽ ഒരു ഫോൾഡറാണ് റോ അണ്ടർസ്കോർ ഫയൽസ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ. ആ ഫോൾഡറിൽ എംപ്ലോയി emp.csv എന്ന് പറഞ്ഞൊരു ഫയലിനെ എടുക്കുക. ഇവിടുന്ന് എടുത്തിട്ട് ഞാൻ ഇതിനെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇതൊരു 1-to-1 മാപ്പിംഗ് എന്ന് പറയും. ഓക്കെ, 1-to-1 ആയിട്ട് പ്രത്യേകിച്ച് കൂടുതലൊന്നും ചെയ്യാത്ത സാധനത്തിന് 1-to-1 എന്നാ പറയാം. അപ്പൊ ഇതിനെ ഞാൻ കൊണ്ടുപോയിട്ട് ഞാൻ എവിടെ ഇടുന്നത്? ഞാൻ വേറൊരു ലൊക്കേഷൻ, സ്റ്റേജ് എന്ന് പറഞ്ഞൊരു ലൊക്കേഷനിൽ, പക്ഷെ സെയിം ബ്ലോബ് സ്റ്റോറേജ് തന്നെ ഇടുന്നത്. ഓക്കെ, അപ്പൊ നിനക്ക് ചോദിക്കാം അതെന്തിനാ അങ്ങനെ ചെയ്യുന്നു. അപ്പൊ അത് എന്തിനാ അങ്ങനെ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ, ഇപ്പൊ റോ ഫയൽസ് നമുക്ക് പുറത്തുനിന്ന് വേറെ ഒരു സെർവറിൽ നിന്നാണ് വരുന്നതെന്ന് വിചാരിക്കാം, ഓൺ എ ഡെയിലി ബേസിസ്. അല്ലെങ്കിൽ ഒരു ഡെയിലി ബേസിസിൽ ഫയൽ വരുന്നത് റോ അണ്ടർസ്കോർ എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡറിലോട്ട് വരികയെന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, അപ്പൊ അത് എല്ലാ ദിവസവും രാത്രി വരുന്നുണ്ട്. ആ ഫയലിനെ ഈ ജോബ് റൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ രാത്രി 10 മണിക്കാണ് വരുന്നത്. അപ്പോൾ 10 മണിക്ക് ഈ ഫയൽ വരുമ്പോൾ നമ്മളൊരു 10:15 10:20 ആണ് ഈ ജോബ് റൺ ചെയ്യുന്നതെങ്കിൽ ഈ ഫയൽ സോഴ്സിൽ നിന്ന് സിങ്കിലോട്ട് കോപ്പി ചെയ്യും. സിങ്ക് എന്ന് പറയുന്നത് ഈ ടാർഗറ്റ് ലൊക്കേഷനിലോട്ട്. ഓക്കെ, സോഴ്സ് ജസ്റ്റ് ഒരു പാത്താണ്, അത്രേ ഉള്ളൂ. ഇപ്പൊ സോഴ്സ് എന്ന് ഉദ്ദേശിക്കുന്ന ഇത് ഈ അസ്യൂറിന്റെ തന്നെ ബ്ലോബ് സ്റ്റോറേജ്, സാധാരണ ഒരു സ്റ്റോറേജിൽ തന്നെ ഇപ്പൊ നമ്മളെ സിസ്റ്റത്തിലുള്ള പോലെ ഒരു പാത്ത് തന്നെയാണിത്. ഓക്കെ, ആ പാത്ത് ആ പാത്തിൽ 2 ഫോൾഡേഴ്സ് ഞാൻ ക്രിയേറ്റ് ചെയ്തെന്നേ ഉള്ളൂ. ഓക്കെ, ഇപ്പൊ എനിക്കിപ്പോ ഈ ഫയലിനെ ഇങ്ങോട്ട് ഇപ്പൊ ഞാൻ മാനുവലി കോപ്പി ചെയ്തിട്ടാണ് ഇട്ടത്. അതിനെ വേണമെങ്കിൽ നമുക്ക് ഒരു ഓട്ടോമേറ്റഡ് പ്രോസസ്സ് വഴി വേറെ സെർവറിൽ നിന്ന് പുള്ളി ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരാം. അതാണ് ശരിക്കും നമ്മളൊരു ജോബിലൊക്കെ നടക്കുക. ഈ അഷ്വർ ഈ സംഭവം ഉണ്ടല്ലോ, ഈ ലിങ്ക് സർവീസ് എന്ന് പറഞ്ഞത്, അപ്പൊ അത് ഏതെങ്കിലും അത് സോഴ്സ് തന്നെയാണോ, അതോ ഡേറ്റ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എടുത്ത അത് ആ ഫയലിന്റെ പേരാണോ? ഇത് സോഴ്സാ. ഇത് ഇപ്പൊ നിനക്കൊരു സെർവർ പോലെ അത്. ഇത് അഷ്വറിലുള്ള ഒരു സെർവറാ, ബ്ലോബ് സ്റ്റോറേജ് എന്ന് പറഞ്ഞ സ്റ്റോറേജ് സെർവറാണ് ബ്ലോബ് സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ. അവിടെ നമുക്ക് ഫയൽസും എല്ലാ കാര്യങ്ങളും സ്റ്റോർ ചെയ്യാൻ കൊണ്ട് എവിടെ നിന്ന് വേണമെങ്കിലും കൊണ്ട് സ്റ്റോർ ചെയ്ത് അപ്ലോഡ് ചെയ്ത്. അപ്പൊ ഇത് സോഴ്സ് അല്ലല്ലോ, ഇത് ഡെസ്റ്റിനേഷൻ അല്ലേ? അല്ല, ഇതൊരു സോഴ്സ് ആയിട്ട് ഉപയോഗിച്ചത്. ഓക്കെ, ഇത് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ഒരു സോഴ്സ് ആയിട്ട് ഉപയോഗിക്കുക. അതിനൊരു പേര് കൊടുത്തു എന്നുള്ള സോഴ്സ്. അതിനെ സംബന്ധിച്ച് ഇതിനെ സംബന്ധിച്ച് ഇതിപ്പോ ഞാനൊരു സോഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത് കഴിഞ്ഞാൽ ലോക്കൽ സോഴ്സ് ആണ്, മനസ്സിലായില്ലേ? ആക്ച്വൽ സോഴ്സ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ വേറെ ഒരു ഇതൊരു പെൻഡ്രൈവ് നീ ഉദ്ദേശിച്ചു, ഇത് പെൻഡ്രൈവ് അല്ലെങ്കിൽ ഫയൽ സെർവർ ആണെന്ന് വിചാരിച്ചു. അഷ്വറിലുള്ള ഒരു സ്റ്റോറേജ് സർവീസ് ആണ് ബ്ലോബ് എന്ന് പറയുന്നത്, ബ്ലോബ് സ്റ്റോറേജ്. അപ്പൊ അതിന് നമുക്ക് സോഴ്സ് ആയിട്ട് എനിക്ക് തോന്നുന്നു, എനിക്ക് മനസ്സിലായി, സോഴ്സ് എന്ന് പറയുന്നത് സോഴ്സ് ഡേറ്റനെ കൊണ്ടുവരുന്ന സാധനമാണോ ഞാൻ ചോദിക്കുന്നത്? ഇത് ഡെസ്റ്റിനേഷൻ അല്ലേ? ഇത് സോഴ്സും ഉണ്ട്, ഡെസ്റ്റിനേഷൻ അവിടെ തന്നെ ഇടാം. അപ്പൊ നിനക്ക് സോഴ്സ് ബ്ലോബ് സ്റ്റോറേജിൽ സോഴ്സ് എന്ന് പറഞ്ഞ ഫോൾഡർ ഉണ്ടാക്കി, ആ സ്റ്റോറേജിൽ തന്നെ നിനക്ക് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞ ഫോൾഡർ ഉണ്ടാക്കാം. ഇപ്പൊ രണ്ടും ഫൗസി, നീ ചോദിക്കുന്നതിന്റെ ആൻസർ കറക്റ്റ് ആണ്. ഇതൊരു സോഴ്സ് ആണോ എന്ന് ചോദിച്ചാൽ ഇത് സോഴ്സ് അല്ല, ഇത് ടാർഗറ്റ് ആണ് അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ ആണ്. കറക്റ്റ് ആണ്.
നീ ഉദ്ദേശിച്ച ഡെസ്റ്റിനേഷൻ ആണെന്ന് വെച്ചാൽ ഡെസ്റ്റിനേഷൻ. അപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം. അൽഫുത്തേമിന്റെ ഒരു സെർവർ. ഓക്കെ, ആ സെർവറിൽ നിന്ന് നമ്മളൊരു ഫയലിനെ ഈ ഈ ക്ലൗഡിന്റെ ഈ ഒരു ലൊക്കേഷനിലോട്ട് കൊണ്ടുവരുമ്പോൾ ഇത് ഇതൊരു ഡെസ്റ്റിനേഷൻ ആയി. ഓക്കെ, സമ്മതിച്ചു. ഓക്കെ, പക്ഷെ അപ്പൊ നമ്മളെ ആക്ച്വൽ സോഴ്സ് എന്ന് പറയുന്നത് അൽഫത്തേമിന്റെ സെർവറാണ് ആണ്. ഓക്കെ, പക്ഷേ നമ്മളെ പ്രൊജക്ട് പെർസ്പെക്റ്റീവില് അല്ലെങ്കിൽ ഒരു പൈപ്പ് ലൈൻ പെർസ്പെക്റ്റീവില് പൈപ്പ് ലൈനിന്റെ സോഴ്സ് എന്താണോ അതൊരു ഫോൾഡർ ആകാം, ഒരു ഡേറ്റാബേസ് ആകാം, എന്ത് വേണമെങ്കിലും ആകാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ ഒരു ടെംപ്ലേറ്റ്സ് നോക്കി, ഇതൊക്കെ പല ടൈപ്പ് ടെംപ്ലേറ്റ്സ് ആണ് ഈ അഷ്യൂറിലില്ല, ഈ ഡേറ്റ ഫാക്ടറിന്റെ ടെംപ്ലേറ്റ്സ്. അപ്പൊ ഇത് നീ വായിച്ചു നോക്കിയാൽ നിനക്ക് കാണാൻ പറ്റും. കോപ്പി ഡേറ്റ ഫ്രം അസ്യൂർ FHIR എന്ന് പറഞ്ഞിട്ട്, അത് വേറെ എന്തെങ്കിലും ഇവിടെ കോപ്പി ഡേറ്റ ഫ്രം ഗൂഗിൾ BigQuery. അപ്പൊ ഇവിടെ BigQuery എന്ന് പറയുന്നത് എന്താ? BigQuery എന്ന് പറഞ്ഞാൽ ഗൂഗിളിന്റെ ഒരു പ്രൊഡക്റ്റാണ്. ഓക്കെ, ഗൂഗിളിന്റെ പ്രൊഡക്റ്റിൽ നിന്ന് നമ്മൾ ഡേറ്റ കൊണ്ട് എടുത്ത് കൊണ്ടുവന്ന് അഷ്യൂർ ഡേറ്റ ലേക്കിലോട്ട് കൊണ്ടുവരിക. അപ്പൊ അവിടെ ഗൂഗിൾ BigQuery ആണ് സോഴ്സ്, ഇവിടെ ഡയറക്റ്റ് സോഴ്സ്. പക്ഷേ അപ്പൊ ഇവിടെ ഈ ഒരു മാപ്പിംഗ് എന്താ, ഈ ഒരു പർട്ടിക്കുലർ ടെംപ്ലേറ്റ് എന്താ ചെയ്യുന്നത് വെച്ചാൽ നേരിട്ട് BigQuery നിന്ന് എടുത്തിട്ട് നമുക്ക് നമ്മളെ സെർവറിലോട്ട് കൊണ്ടുവരുക, ഈ ഒരു ക്ലൗഡിലോട്ട് കൊണ്ടുവരുക. ഓക്കെ, പക്ഷെ ഇപ്പൊ ഞാൻ ചെയ്ത ഈ ഒരു ബേസിക് പൈപ്പ് ലൈനിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഞാൻ അസ്യൂം ചെയ്യാണ് എന്റെ സെർവറിലോട്ടുള്ള ഫയൽ ഞാൻ ഓൾറെഡി എടുത്ത് ഇട്ടിട്ടുണ്ടെന്ന്. ഓക്കെ, അതാണല്ലോ ഇപ്പൊ ഞാൻ ചെയ്തത്. ഞാൻ മാനുവലി ഫയലിനെ കൊണ്ട് എന്റെ ഈ ക്ലൗഡ് സെർവറിൽ ഇട്ടു, ഈ ഒരു ബ്ലോബ് സ്റ്റോറേജിൽ ഇട്ടു. ഓക്കെ, മനസ്സിലാവുന്നില്ല എന്ന് തോന്നുന്നു. ഇല്ല, കേൾക്കുന്നുണ്ട്, പറഞ്ഞോ. ഞാൻ പറയുന്ന വെച്ചാൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ AFG സെർവർ. ഓക്കെ, ഇതൊരു സെർവറാണ്. ഈ സെർവറിന് ഞാൻ എന്റെ അസ്യൂർ കാണുന്നില്ലല്ലോ, സ്ക്രീൻ കാണുന്നില്ല. സ്ക്രീൻ അഷ്യൂറിന്റെ സ്ക്രീനാ കാണുന്നത്. കാണുന്നുണ്ടോ? ഓക്കെ, കാണുന്നുണ്ട്. ഇപ്പൊ ഇതൊരു സെർവർ ആണല്ലോ. ഓക്കെ, ഈ സെർവറിന് ഞാനിപ്പം ഒരു ഫയൽ ഒരു ഓട്ടോമേഷൻ ജോബ് റൺ ചെയ്യോ. ഓക്കെ, ഈ ജോബ് എന്ത് ചെയ്യും? ഈ ജോബ് ഈ ഡേറ്റിനെ പുള്ളി ഇവിടുന്ന്, എന്നിട്ട് ഈ സാധനം നേരെ ഈ ബ്ലോബ് സ്റ്റോറേജിൽ ഇപ്പൊ ഞാൻ കണ്ട റോ ഫയൽ പാത്തില്ലേ, raw_files എന്ന് പറയുന്ന പാത്തിൽ കൊണ്ട് പേസ്റ്റ് ചെയ്യും. ഓക്കെ, ഇതിപ്പോ ഡെയിലി ഒരു 9 PM റൺ ചെയ്യും ജോബ്. ഓക്കെ, അപ്പൊ ഈ ഇവിടം മുതൽ ഇവിടം വരെയുള്ള സാധനം നമ്മൾ അസംഷൻ ആണ്. ഇത് നമുക്കിപ്പം നമ്മൾ ഓട്ടോമേറ്റ് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ നീ ഉദ്ദേശിക്കുന്ന ഈ ഒരു ഫയൽ ഇപ്പൊ ഇവിടെ നീ കണ്ടില്ലേ, employee_emp_csv എന്ന് പറഞ്ഞ ഫയൽ കണ്ടില്ലേ? ഇപ്പം അത് ഇവിടുന്ന് വന്നതാന്ന് വിചാരിക്കുക, അത്രേ ഉള്ളൂ. മനസ്സിലായി? ഇതിപ്പോ നമ്മൾ ചെയ്തിട്ടില്ല, പക്ഷെ ഇതിങ്ങനെ വന്നതെന്ന് വിചാരിക്കുക. ഈ ഫയലിനെയാണ് ഇപ്പൊ ഞാൻ അവിടെ ഈ പൈപ്പ് ലൈനിനെ സംബന്ധിച്ച്, പൈപ്പ് ലൈനിന്റെ സോഴ്സ് എന്ന് പറയുന്നത് ഇതാണ്. ഈ പാത്താണ് പൈപ്പ് ലൈനിനെ സംബന്ധിച്ച് അതിന്റെ പാത്ത്, സോഴ്സ്. ഓക്കെ, എന്നിട്ട് ഇതിനെ നേരെ സിങ്ക് എന്ന് പറയുന്നത്, സിങ്ക് എന്ന് പറയുന്നത് ആക്ച്വലി അതിന്റെ ഒരു ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ ഒരു ടാർഗറ്റ് എന്ന് വേണം പറയാം, ആ ഒരു പൈപ്പ് ലൈൻ. അപ്പൊ ഈ പൈപ്പ് ലൈൻ റൺ ചെയ്ത് കഴിയുമ്പോൾ ഈ സാധനം നേരെ ഇവിടെ വന്ന് പേസ്റ്റ് ആവും. അത് വെറുതെ ഫയൽ കോപ്പി പേസ്റ്റ് അല്ല ചെയ്യുന്നത്, അതിനെ ഡേറ്റ റീഡ് ചെയ്തിട്ട് റൈറ്റാ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഫയൽ വെറുതെ കോപ്പി പേസ്റ്റ് ചെയ്യല്ല അത് ചെയ്യുക. അതെന്താ സംഭവിക്കുന്നത്? ആ ജോബ് റൺ ചെയ്യുമ്പോൾ ഈ സാധനം ഈ ഫയലിനെ റീഡ് ചെയ്ത് അപ്പുറത്ത് കൊണ്ടുപോയിട്ട് അതിന്റെ ഡേറ്റ വേറൊരു ഫയൽ നെയിമിലാണ് പേസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ഈ പൈപ്പ് ലൈൻ ഓപ്പൺ ചെയ്താലും കണക്ഷൻ പോയി തോന്നുന്നുണ്ട്.
ഓക്കെ, ഇപ്പൊ ഇതില് ഈ എംപ്ലോയി പൈപ്പ് ലൈനിൽ പോയാലും സോഴ്സിന് ഈ സാധനം എടുക്കുന്നു, ഈ ഫയൽ റീഡ് ചെയ്യുന്നു. ഇപ്പൊ ഈ ഫയൽ അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് പ്രിവ്യൂ ചെയ്ത് ഇങ്ങനെ നോക്കാം. ഇപ്പൊ വർക്ക് ആവുന്ന അറിയില്ല, കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട് മിക്കവാറും ചാൻസ് ഇല്ല. ശരിക്കും ഈ നമ്മൾ ഇത് പ്രിവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഫയലിലെ ഡേറ്റേന്റെ ഒരു ചെറിയ പ്രിവ്യൂ കിട്ടും. ഓക്കെ, എന്നിട്ട് ഈ സാധനം നമ്മൾ ഈ സിങ്കിൽ കൊണ്ട് റൈറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതാണ് ഈ പറഞ്ഞ ഈ ഒരു പർട്ടിക്കുലർ സാധനം യൂസ് ചെയ്യുന്നത്. ഇതിപ്പോ എന്താ നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പുതിയതായിട്ടൊരു പൈപ്പ് ലൈൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇവിടുന്ന് ന്യൂ പൈപ്പ് ലൈൻ എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് ആ പൈപ്പ് ലൈൻ ഞെക്കി കഴിഞ്ഞാൽ അത് ക്രിയേറ്റ് ഓപ്ഷൻ വരും. ഇപ്പൊ ഞാനിവിടെ ന്യൂ പൈപ്പ് ലൈൻ കൊടുത്തു. ന്യൂ പൈപ്പ് ലൈൻ കൊടുക്കുമ്പോൾ ഇത് ബ്ലാങ്ക് ആയിരിക്കും, ഇതിൻ്റെ അകത്തൊന്നും ഉണ്ടാവില്ല. ഇതിൽ നമുക്ക് ആവശ്യമുള്ള ഒരു പൈപ്പ് ലൈനിൽ ആവശ്യമുള്ള സാധനങ്ങൾ യൂസ് ചെയ്യാം. അപ്പൊ ഇതിൽ കുറേ സംഭവങ്ങളുണ്ട്. നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ കോപ്പി ഡേറ്റ എന്ന് പറയുന്ന ഫീച്ചർ. ഓക്കെ, കോപ്പി ഡേറ്റ ബേസിക്കലി സോഴ്സിൽ നിന്ന് സിംഗിലോട്ട് സാധനം മൂവ് ചെയ്യും. പരിപാടി ചെയ്യുന്നത് ഡേറ്റ മൂവ് ചെയ്യും. പക്ഷെ ഡേറ്റ ഈസ് നോട്ട് മൂവ്ഡ് ആസ് എ ഫയൽ. എൻഡ് ഓഫ് ദി ഡേ ഈ സിംഗിൾ വരുന്നത് എന്ന് പറയുന്നത് ഒരു ഫയൽ, സെപ്പറേറ്റ് ഫയൽ നെയിം ആയിരിക്കും. ഓക്കെ, നമ്മൾ സിംഗിലേക്ക് ഇടുന്നത് സോഴ്സ് തന്നെ വെച്ചാൽ പോരെ? ഓക്കെ, സോഴ്സ് തന്നെ വെച്ചാൽ മതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ നിനക്ക് ഡെയിലി ഒരു ഫയൽ വരുന്നുണ്ട്. ഓക്കെ, ഡെയിലി ഫയൽ വരുന്നുണ്ട്, രാത്രി 9 മണിക്ക് എല്ലാ ദിവസവും വരുന്നുണ്ട്. പക്ഷെ ഈ ഫയലിന്റെ പേര് സെയിം ആയിരിക്കും. ഓക്കെ, അപ്പൊ എന്താ സംഭവിക്കുക? അടുത്ത ദിവസം വരുന്ന ഫയൽ പഴയ ഫയലിനെ ഓവർ റൈറ്റ് ചെയ്യും. മനസ്സിലായോ? അപ്പൊ നമുക്ക് ആ ഫയൽ മിസ്സാകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അതിനെ നമ്മൾ സ്റ്റേജിലോട്ട് ഇട്ടു, സിംഗിലോട്ട് ഇട്ടു, അതിന്റെ ഒരു കോപ്പി സിംഗിലോട്ട്. എന്നിട്ട് ഈ സിംഗിൽ നിന്ന് നമ്മൾ അതിനെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഒക്കെ ചെയ്യും. ഈ കോപ്പി ഡേറ്റ അത് നമുക്ക് ഇനി അങ്ങോട്ട് ട്രാൻസ്ഫോർമേഷൻസ് ഒക്കെ കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. മനസ്സിലായി? ട്രാൻസ്ഫോർമേഷൻ ചെയ്യാനായിട്ട് കുറെ സംഭവങ്ങളുണ്ട്. അതിന്റെ ഇതുണ്ടോ? അപ്പൊ സിംഗിൾ ഓവർ റൈഡ് ആവില്ലേ? സിങ്കിന്റെ അകത്ത് നമ്മൾ കൊണ്ടുപോയിട്ട് സിങ്കിൽ നിന്ന് ബേസിക്കലി നമ്മൾ സാറിന് എന്താ വെച്ചാൽ സോഴ്സിന് അടുത്ത് സിംഗിലോട്ട് ഇടുമ്പോൾ അതിന്റെ നമുക്ക് വേണമെങ്കിൽ അതിനെ പേര് മാറ്റിയിട്ടോ എന്ത് വേണം കൊടുക്കാനോ, പേര് മാറ്റി കൊടുത്തിട്ട് അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് പിന്നെ ആ ഡേറ്റ മാനിപ്പുലേഷൻ ഒക്കെ ചെയ്തിട്ട് വേറൊരു ടാർഗറ്റ് വേറൊരു ലൊക്കേഷനിലോട്ട് ഇട്ടിട്ട് പിന്നെ ഒരു ഡേറ്റാബേസിലോട്ട് ലോഡ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യാലോ. അപ്പൊ സിംഗിൾ ഓവർ റൈറ്റ് ചെയ്യാണ്ടിരിക്കാൻ ഒന്നെന്ന് പറയുന്നത് സിംഗിൾ റൈറ്റ് ചെയ്യുമ്പോൾ മിക്കവാറും ഫയൽ നെയിം വ്യത്യാസം ഉണ്ടാവും. ഒറ്റ ഫയൽ നെയിം അതിൽ നമുക്ക് റൈറ്റ് ചെയ്യുന്ന ഫയലിന് പേര് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇപ്പൊ ഇവിടെ ഞാൻ ഫയലിന്റെ പേര് എനിക്ക് ആഡ് ഡൈനാമിക് കണ്ടന്റ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫയലിന് നമുക്കൊരു വിത്ത് ഡേറ്റ്, ഇപ്പൊ ഫയലിന്റെ പേരിന്റെ കൂടെ ഒരു ഡേറ്റോ എന്തെങ്കിലും കൊടുക്കാം, പാരാമീറ്റേഴ്സ് ഒക്കെ വെച്ചിട്ട്. ഓക്കെ, അതിന്റെ ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇതെന്ന് പറയുന്നത് ഒരു ടെംപ്ലേറ്റ് ആണ്. ഈ ടെംപ്ലേറ്റ് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇത് കണ്ടോ, ഇത് മൊത്തം പാരാമീറ്ററൈസ്ഡ് ആണ്. പൈപ്പ് ലൈൻ ഡോട്ട് പാരാമീറ്റർ ഡോട്ട് ഫോൾഡർ പാത്ത്. അപ്പൊ ഇതില് ഇതൊക്കെ ഡൈനാമിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ്. നമ്മൾ ഇവിടെ എന്തൊക്കെ ഡീറ്റെയിൽസ് കൊടുക്കുന്നു അത് ഡൈനാമിക്കലി പിക്ക് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതിൽ കണ്ടോ മോഡിഫൈഡ് ഫ്രം, മോഡിഫൈഡ് ടു. അപ്പൊ ഈ ഡേറ്റ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് അറ്റാച്ച് ചെയ്യാം ഇതിന്റെ കൂടെ. ഇപ്പൊ സിംഗിൾ ഇപ്പൊ റൈറ്റ് ചെയ്യുന്ന സാധനത്തിന്റെ നോക്കാം നമുക്ക്. ഡെസ്റ്റിനേഷൻ പാത്ത്, ഫോൾഡർ പാത്ത് ഡെസ്റ്റിനേഷൻ. ഫോൾഡർ പാത്ത് ഡെസ്റ്റിനേഷനിൽ നമുക്ക് വേണമെങ്കിൽ സോറി സിസ്റ്റം വേരിയബിൾ ഫംഗ്ഷൻ ഇതില് നമുക്ക് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ആഡ് ചെയ്യും. അപ്പൊ ഇതിൽ കണ്ട് ഈ മോഡിഫൈ ശരിക്കും ഈ ഒരു പർട്ടിക്കുലർ ജോബ് ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പി ന്യൂ ഫയൽസ് ബൈ ലേറ്റസ്റ്റ് മോഡിഫൈഡ് ഡേറ്റ്. അപ്പൊ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇത് സോഴ്സിൽ നിന്ന് എടുക്കുമ്പോൾ ഇത് ലേറ്റസ്റ്റ് ഫയൽ മാത്രമായിട്ട് എടുക്കുള്ളൂ, മോഡിഫൈഡ് ആയിട്ടുള്ള ഫയൽ എടുക്കുള്ളൂ. അപ്പൊ അങ്ങനെ ഇത് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. ഇതേപോലെ ഇഷ്ടംപോലെ രീതിയിലാണ് നമ്മൾ ഈ ETL മാനേജ് ചെയ്യുക. പല റിക്വയർമെന്റ്സ് ഒക്കെ വരും. നമുക്ക് ഈ ഫയൽ വരുന്നത് ഇങ്ങനെയായിരിക്കാം. പിന്നെ അതേപോലെ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ നമുക്ക് ടേബിളിൽ നിന്ന് നേരിട്ട് കോപ്പി ചെയ്യേണ്ട സിറ്റുവേഷൻ വരാം.
ഓക്കെ. ഇപ്പൊ ഇവിടെ ടേബിൾ കൊടുക്കാം. ഈ സോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഫയൽ മാത്രമല്ല, നമുക്ക് ഇതിനെ മാറ്റിയിട്ട് ഒരു ടേബിൾ ഒക്കെ സെറ്റ് ചെയ്യാം. ഇപ്പൊ എനിക്ക് ഇവിടെ കണക്ഷൻസ് സെറ്റ് ചെയ്യാം. ഇപ്പൊ ഇതിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് പല ടൈപ്പ് ഡേറ്റ സോഴ്സ് കണക്ട് ചെയ്യാം. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഗൂഗിളിൽ നിന്നൊക്കെ എടുക്കണമെങ്കിൽ ഇവിടുന്ന് ഗൂഗിളിൽ കണക്ട് ചെയ്യാം. കണ്ടില്ലേ, ഡേറ്റാബേസ്, പല CRM ടൂൾസ്, ഏത് ടൂൾസ് എന്ന് വേണമെങ്കിലും നമുക്കിത് എടുക്കാം. ഹഡൂപ്പ് ഒക്കെ ഉണ്ട്, ഹഡൂപ്പ് ഉണ്ട്. ഓൾമോസ്റ്റ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സാധനത്തിനും കണക്ടേഴ്സ് ഇവിടെ ഉണ്ടാവും. അപ്പൊ നമുക്ക് എല്ലാ സാധനവും ഉണ്ടാവും. സർവീസ് നൗ കണ്ടായിരുന്നു, കാണുമായിരിക്കും. എല്ലാ സാധനവും ഉണ്ടാവും. സോഹോ വരെ ഉണ്ട്, വെർട്ടിക്ക, അപ്പൊ എല്ലാം ഉണ്ട്. അപ്പൊ ഇത് നമുക്ക് സോഴ്സ് ആയിട്ടും ടാർഗറ്റ് ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാം. നമുക്ക് ഇപ്പം എന്താ സർവീസിനും അപ്പൊ ഈ സാധനത്തിൽ നിന്നൊക്കെ നമുക്ക് ഡേറ്റനെ, പക്ഷെ അതിനൊക്കെ ഫോർമാറ്റ്സ് ഡിഫറൻസ് ഉണ്ടാവും, മനസ്സിലായി. അപ്പൊ അതിനൊക്കെ നമ്മൾ മാനേജ് ചെയ്യണം. വരുന്ന സാധനത്തിന് എങ്ങനെ ഡീൽ ചെയ്യുന്നില്ല സെപ്പറേറ്റ് പരിപാടിയാണ്. അപ്പൊ ഇങ്ങനത്തെ എല്ലാ സോഴ്സിനും നമുക്ക് ഡേറ്റ എടുത്ത് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് അത് നമുക്ക് അതിനെ വേണമെങ്കിൽ ഒരു ഡേറ്റ ലേക്കിലോട്ട് ലോഡ് ചെയ്യോ, ഡേറ്റാബേസിലോട്ട് ലോഡ് ചെയ്യോ, അങ്ങനത്തെ എല്ലാ ഓപ്ഷൻസും ഉണ്ട്. അപ്പൊ അതിന് ഇതൊക്കെ ഈ പറഞ്ഞ ഈ സാധനത്തിനെ കൊണ്ട് നടക്കും, ഈ ഡേറ്റ ഫാക്ടറി വെച്ച് നടക്കും. പിന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ, ഒരു ജോബിന് നമുക്ക് സ്കെഡ്യൂൾ ചെയ്യാനൊക്കെ പറ്റും. അപ്പൊ എനിക്കൊരു സ്റ്റാർട്ട് ടൈമും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ എനിക്ക് ഒരു ജോബിന് എനിക്ക് വേണമെങ്കിൽ ഇവിടെ ട്രിഗർ നൗ കൊടുക്കുക, അല്ലെങ്കിൽ ന്യൂ എഡിറ്റ്, എനിക്കിതിനെ ഒരു ട്രിഗർ ടൈമൊക്കെ കൊടുക്കാം, സ്കെഡ്യൂൾ ചെയ്യാം. എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ഇത് റൺ ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ സാധനം ഓട്ടോമാറ്റിക് ആയിട്ട് എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ഇത് റൺ ചെയ്യും. മനസ്സിലായില്ലേ? ഇതിനാണ് സ്കെഡ്യൂളർ എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ സ്കെഡ്യൂളർ ഓൾറെഡി ഉണ്ട്. ഓക്കെ, അതിന്റെ ആ സ്കെഡ്യൂൾ ചെയ്ത ജോബ് റൺ ചെയ്യുമ്പോൾ അത് ഈ മോണിറ്ററിൽ കാണിക്കും. ഇതിപ്പം ലോഗിൻ ചെയ്യാത്തതുകൊണ്ട് ചിലപ്പോൾ കാണിക്കില്ല. ഞാൻ ഇന്നലെയൊക്കെ റൺ ചെയ്ത ജോബ് ഇതിൽ ലിസ്റ്റിൽ വരും ശരിക്കും. അപ്പൊ നമുക്ക് എന്തെങ്കിലും, ഫോർ എക്സാമ്പിൾ, ഒരു ജോബ് ഫെയിൽ ആയി കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് നോക്കാം എന്തുകൊണ്ടാണ് ജോബ് ഫെയിൽ ആയ, എറർ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും. ഓക്കെ, പിന്നെ മാനേജ് ലിങ്ക്ഡ് സർവീസ്. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞില്ലേ ബ്ലോബ് സ്റ്റോറേജ് എന്ന് പറഞ്ഞ സംഭവം പറഞ്ഞല്ലോ. ബ്ലോബ് സ്റ്റോറേജ് നമ്മൾ ഈ അസ്യൂർ ഡേറ്റ ഫാക്ടറി ആയിട്ട് ലിങ്ക് ചെയ്യണം. ലിങ്ക് ചെയ്താൽ മാത്രമേ അതിൻ്റെ അകത്തുള്ള സാധനങ്ങളെ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് ലിങ്ക്ഡ് ആയിട്ടുള്ള ഈ രണ്ട് സംഭവം. അപ്പൊ ഈ ബ്ലോബ് സ്റ്റോറേജിനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ സാധാരണഗതിയിൽ നമ്മളൊരു റിയൽ ടൈം പ്രോജക്റ്റിലൊന്നും ഇതൊന്നും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ അവർ ക്രിയേറ്റ് ചെയ്തിട്ട് തരും, എന്നിട്ട് നമുക്ക് ഡീറ്റെയിൽസ് വരും. നമുക്കത് ഡീറ്റെയിൽസ് കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ചിട്ട് കോൺഫിഗർ ചെയ്യാനും റൺ ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങളെ പറ്റുള്ളൂ. അല്ലാണ്ട് നമുക്കിപ്പം ഇതൊക്കെ ഈ ക്രിയേഷൻ, ആക്ച്വലി ബ്ലോബ് സ്റ്റോറേജ് ക്രിയേഷൻ ഒക്കെ ചെയ്യുന്നത് മിക്കവാറും അസ്യൂറിന്റെ അഡ്മിനും അങ്ങനത്തെ ആൾക്കാരുണ്ടാവില്ല, ക്ലൗഡിന്റെ അഡ്മിനൊക്കെ ആയിരിക്കും. അപ്പൊ നമുക്ക് അവരുടെ അടുത്ത് പറയാനേ പറ്റുള്ളൂ. ഇതേപോലെ SR റേസ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ മെയിനായിട്ട് ഡീൽ ചെയ്യുന്ന ഈ പൈപ്പ് ലൈൻ ക്രിയേഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും മിക്കവാറും ചെയ്യുക. പിന്നെ ഡേറ്റാബ്രിക്സ് ഞാൻ പറഞ്ഞല്ലോ. ഡേറ്റാബ്രിക്സ് എന്ന് പറയുന്ന ടൂൾ ഉണ്ട്, സിനാപ്സ്, നോട്ട്ബുക്ക്, ഇതൊക്കെ നമുക്ക് ഈ HD ഇൻസൈറ്റ് ഇതൊക്കെ വെച്ചിട്ട് നമുക്കും ഈ ഡേറ്റിനെ പ്രോസസ് ചെയ്യാൻ പറ്റും. സ്പാർക്ക്, ഹൈവ്, അങ്ങനെ പല സാധനങ്ങളും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ ക്രെഡൻഷ്യൽ, എനിക്ക് തോന്നുന്നു ഇനിയിപ്പോ അവരെ ക്രെഡൻഷ്യൽ പാടായിരിക്കും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ. ഞാൻ നാളെ നികേഷിന്റെ ഇത് വെച്ചിട്ട് ഞാൻ വേണം അത് ഒന്ന് ഒപ്പിച്ചിട്ട് തരാം. തൽക്കാലം 1 month നമുക്ക് അത് യൂസ് ചെയ്യാം. എന്നിട്ട് പൈപ്പ് ലൈൻ ക്രിയേറ്റ് ചെയ്യുന്ന നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നീ ടോപ്പും കൂടെ ഒന്ന് ചെയ്ത് നോക്കുക. ഇത് ഭയങ്കര ബേസിക് പൈപ്പ് ലൈനാണ്. പിന്നെ ഈ പറഞ്ഞ പൈപ്പ് ലൈൻസ് ഒക്കെ ഉണ്ടല്ലോ, ഇതിൽ ഇഷ്ടംപോലെ പൈപ്പ് ലൈൻസ് ഉണ്ട്, ഇതിൻ്റെതായ പൈപ്പ് ലൈൻസ് ഉണ്ട്, ടെംപ്ലേറ്റ്സ് ഒക്കെ ഉണ്ട്. ഈ ടെംപ്ലേറ്റ്സ് നമുക്ക് കുറച്ച് ഈസി ആയിട്ടുള്ള ടെംപ്ലേറ്റ്സ് ഒക്കെ യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇത് ഡിലീറ്റ്, ഇതുണ്ട്, ഡിലീറ്റ് ഫയൽസ് ഓൾറെഡി 30 days, ഡെൽറ്റ കോപ്പി ഫ്രം ഡേറ്റാബേസ്. ഇതൊക്കെ നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന സാധനങ്ങൾ. എല്ലാം ഒന്നും പറ്റില്ല. SAP കണക്ടർ നമുക്ക് ഉണ്ടാവില്ല, SAP ടൈപ്പ് 1, ടൈപ്പ് 2, മൂവ് ഫയൽസ്, ഇതൊക്കെ ഓരോ ടെംപ്ലേറ്റ്സ്. ഇതൊക്കെ നമ്മൾ ഇതിങ്ങനെ എടുത്തു നോക്കിയാൽ തന്നെ നമ്മൾ ഒരു സാധാരണഗതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ETL പ്രോജക്ട്സിലുള്ള എല്ലാ ടെംപ്ലേറ്റ്സും അവർ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊന്നും
ഉണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ല. പണിയെടുക്കേണ്ട സമയത്ത് ഈ ഡേറ്റേൻ്റെ കാര്യങ്ങളൊക്കെ ഭയങ്കര വ്യത്യാസമായിരിക്കും. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ടൊന്നും കാര്യം നടക്കില്ല. പക്ഷെ ഇതൊക്കെ വെച്ചിട്ട് നമുക്കൊരു എക്സാമ്പിൾ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. പിന്നെ നമ്മൾ റിയൽ പ്രോജക്റ്റിൽ വരുമ്പോൾ നമ്മൾ സ്വന്തമായിട്ട് പൈപ്പ് ലൈൻ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ഡേറ്റാബ്രിക്സ് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഡേറ്റാബ്രിക്സ് എന്ന് പറയുന്ന സാധനം അസ്യൂർ ഡേറ്റ ഫാക്ടറി തമ്മിലൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഡേറ്റാബ്രിക്സ് ഒരു ഹൈ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ക്ലൗഡ് ബേസ്ഡ് പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ അത് അസ്യൂറുമായിട്ട് ടൈ അപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഡേറ്റാബ്രിക്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഡേറ്റ പ്രോസസ്സ് ചെയ്യാം. അപ്പം ഡേറ്റാബ്രിക്സ് എന്ന് പറയുന്നത് റൺ ചെയ്യുന്ന ഒരു സ്പാർക്ക് എന്ന് പറഞ്ഞൊരു എഞ്ചിനിലാണ്. ഓക്കെ, സ്പാർക്കിനെ പറ്റി ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ പറഞ്ഞുതരാം. സ്പാർക്ക് കാണുന്നുണ്ടോ? യെസ്, കാണുന്നുണ്ട്. ഈ ഡേറ്റാബ്രിക്സ് എന്ന് പറയുന്ന ഒരു ക്ലൗഡ് ബേസ്ഡ് പ്ലാറ്റ്ഫോമാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഈ ശരിക്കും ഈ സ്പാർക്ക് എന്ന് പറയുന്നത് ഒരു ഓപ്പൺ സോഴ്സ് സംഭവമാണ്, ഓപ്പൺ സോഴ്സ് ടൂളാണ്. ഓക്കെ, അപ്പൊ ഈ ഓപ്പൺ സോഴ്സ് ടൂള് ബേസിക്കലി ഇതിനെ ബിൽഡ് ചെയ്യാൻ ഓപ്പൺ സോഴ്സ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു ഓർഗനൈസേഷനാണ് ഡേറ്റാബ്രിക്സ്. ഓക്കെ, പക്ഷെ അത് അവർക്ക് എന്തോ ചെറിയ ഫണ്ടിങ് ഒക്കെ വെച്ചിട്ട് അവർ സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷെ നമുക്ക് ഓപ്പൺ സോഴ്സ് ആയിട്ട് കോൺട്രിബ്യൂഷൻ ഒക്കെ ചെയ്യായിരുന്നു. ഓക്കെ, അങ്ങനെയാണ് സ്പാർക്ക് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അത് ഡേറ്റാബ്രിക്സ് എന്ത് ചെയ്തു, അത് ഫുള്ളി ഓപ്പൺ സോഴ്സ് ആക്കി വിട്ടു. എന്നിട്ട് അവരെന്ത് ചെയ്തു, അവരുടേതായ ഒരു പ്രോഡക്റ്റ് ബിൽഡ് ചെയ്തു. അതാണ് ഡേറ്റാബ്രിക്സ്. ഒറ്റ സെക്കൻഡ്, മന വിളിക്കുന്നു. അപ്പം സ്പാർക്ക് okay, Spark is an open source distributed computing engine. We use it for processing, analyzing large amount of data. Like Hadoop, Spark also works on distributed in the time but differs in memory. അപ്പൊ ഈ സ്പാർക്കിന്റെ എനിക്കൊന്ന് ഈ സെഷൻ ഇപ്പം ടൈം ഔട്ട് ആവും. 10 minutes ഉള്ളൂ. ഞാൻ ജസ്റ്റ് സ്പാർക്ക് എന്താന്ന് പറഞ്ഞാൽ, സ്പാർക്ക് ബേസിക്കലി റൺ ചെയ്യുന്ന ഇൻ മെമ്മറിയിലാണ്. ഇൻ മെമ്മറി പ്രോസസ്സിംഗ് ആണ് സ്പാർക്ക്. അപ്പം പണ്ട് ട്രഡീഷണലി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു, ഹഡൂപ്പ്. ഓക്കെ, ഹഡൂപ്പും സ്പാർക്കും തമ്മിലൊരു കമ്പാരിസൺ ആണ് കൂടുതലും നടത്തുക. കാരണം ഹഡൂപ്പ് എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിംഗ് പരിപാടിയാണ്. അപ്പോൾ അതെന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ സെർവറുകൾ യൂസ് ചെയ്യുന്ന അതിൻ്റെ പെർഫോമൻസ്, അതിൻ്റെ സിസ്റ്റം യൂസ് ചെയ്തിട്ടാണ് ഹഡൂപ്പ് പ്രോസസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ആ ഹഡൂപ്പ് പണ്ട് നമ്മൾ ഒരു 2010 മുതൽ യൂസ് ചെയ്തപ്പം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയപ്പം ഹഡൂപ്പായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഹഡൂപ്പിനെ ഓവർടേക്ക് ചെയ്തിട്ടാണ് ഈ സ്പാർക്ക് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഈ സ്പാർക്ക് ഓൾമോസ്റ്റ് 100 times ഫാസ്റ്റർ ദാൻ ഹഡൂപ്പാണ്. അപ്പൊ സ്പാർക്ക് പക്ഷെ ഒറ്റ എന്ന് വെച്ചാൽ ഇൻ മെമ്മറിയിലാണ് സാധനം വർക്ക് ആവുള്ളൂ. ഓക്കെ, ഇൻ മെമ്മറിയിലാണ് അത് വർക്ക് ആവുള്ളൂ. അപ്പൊ ഈ ഇൻ മെമ്മറിയിൽ വർക്ക് ആവുക എന്ന് പറയുമ്പോൾ, അപ്പൊ നമ്മളൊരു കമ്പ്യൂട്ടറിൽ ഒരു 10 സെർവറും ഒക്കെ. അപ്പൊ ഞാൻ എൻ്റെ പഴയ പ്രൊജക്റ്റിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾ
ഞങ്ങൾ ഈ സ്പാർക്ക് റൺ ചെയ്യാൻ വേണ്ടി ഓൾമോസ്റ്റ് 10 സെർവർ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അതിൽ ഓരോ സെർവറിലും ഒരു 120 to 150 GB മെമ്മറി ഉണ്ടാവും. അപ്പോൾ ആ മൊത്തം ഒരു ക്ലസ്റ്റർ, അതിന് ക്ലസ്റ്റർ എന്നാണ് പറയുന്നത്, ഒരു 10 സെർവറിന് ക്ലസ്റ്റർ എന്ന് പറയും. ഈ 10 സെർവറിന്റെ ഒരു ക്ലസ്റ്ററിന് ഓൾമോസ്റ്റ് 1 TB മെമ്മറി ഉണ്ടാവും. ഓക്കെ, അപ്പോൾ 1 TB മെമ്മറി യൂസ് ചെയ്തിട്ടാണ് ഈ ജോബുകളൊക്കെ റൺ ചെയ്യുക. അപ്പം ഒരു ജോബ്, ചില ജോബുകളൊക്കെ 100 GB ഒക്കെ യൂസ് ചെയ്തിട്ട് റൺ ചെയ്യുന്ന, അല്ലെങ്കിൽ 200 GB അങ്ങനെയൊക്കെ യൂസ് ചെയ്യേണ്ട ജോബുകൾ ഉണ്ടാവും. അത്രയും ഹെവി പ്രോസസ്സ് ചെയ്യേണ്ട ഡേറ്റാസിന് അങ്ങനത്തെ മെമ്മറി യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് അത് അത്ര ഫാസ്റ്റ് ആയി. അപ്പൊ ഈ ഡേറ്റാബ്രിക്സ് എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഡേറ്റാബ്രിക്സിന്റെ അടുത്തൊരു വലിയ ക്ലസ്റ്റർ ഉണ്ടാവും, ഹെവി ക്ലസ്റ്റേഴ്സ്. അവർ ചിലപ്പം തൗസൻഡ്സ് ഓഫ് സിസ്റ്റംസ് ഉണ്ടാവും, സെർവേഴ്സ് ഉണ്ടാവും. അത് ക്ലൗഡ് ബേസ്ഡ് ആയിരിക്കും. അപ്പൊ അതിനെ നമുക്ക് ഓട്ടോ സ്കെയിലൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പൊ ഡേറ്റാബ്രിക്സ് ക്ലൗഡിലായതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റില്ല എത്ര സെർവറാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ചൂസ് ചെയ്യാം നമ്മളെ ജോബ് എത്ര സെർവർ യൂസ് ചെയ്യണം, എത്ര ക്ലസ്റ്റർ യൂസ് ചെയ്യണം, ഇത്ര മെമ്മറി യൂസ് ചെയ്യണം, അതൊക്കെ നമുക്ക് ചൂസ് ചെയ്യാം. പക്ഷെ അത് ബാക്ക് എൻഡിൽ ഓട്ടോ സ്കെയിൽ ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് ഡേറ്റാബ്രിക്സ് എന്താ പറയുക, മാർക്കറ്റിൽ ഭയങ്കര ഡിമാൻഡ്, അല്ലെങ്കിൽ മാർക്കറ്റിൽ ഏറ്റവും യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റായി മാറി. അപ്പൊ ഈ ഡേറ്റാബ്രിക്സ് അതുകൊണ്ട് തന്നെ അഷ്യൂറുമായിട്ട് ടൈപ്പ് ഒക്കെ ചെയ്ത് അവർ സ്റ്റാർട്ട് ചെയ്തു. അവർക്ക് സ്വന്തമായിട്ട് അവരെ ഒരു ഡേറ്റാബ്രിക്സ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അതിലിപ്പോൾ നമുക്ക് കമ്മ്യൂണിറ്റി എഡിഷൻ ഡേറ്റാബ്രിക്സും യൂസ് ചെയ്യാം. ഇത് കാണുന്നുണ്ട് എൻ്റെ സ്ക്രീൻ? കാണുന്നുണ്ട്. ഡേറ്റാബ്രിക്സിന്റെ സ്ക്രീൻ കാണുന്നില്ലേ? കാണുന്നു. അപ്പൊ ഇതില് ആക്ച്വലി ഇത് ഒരു കമ്മ്യൂണിറ്റി എഡിഷൻ ആണ്. ഇതിൽ കയറി കഴിഞ്ഞാൽ ഡേറ്റാബ്രിക്സ് ഒരു ഇത് കാണാം. ഇതേപോലെ തന്നെ നമ്മൾ ഇതിലും ഉണ്ട്. ഇതിന് ലോഗിൻ വേണം. ഓക്കെ, ഈ സെയിം ഡേറ്റാബ്രിക്സിന്റെ സെയിം സംഭവം നമ്മൾ അഷ്യൂറിലും ഉണ്ട്. ഓക്കെ, അപ്പം അത് നമുക്ക് വൺസ് ആക്സസ് കിട്ടി കഴിയുമ്പോൾ ഞാൻ അതിന്റെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അത് പോയി. ഈ സാധനം മുകളിലോട്ടും പോകുന്നില്ല. ഞാൻ ഈ വീഡിയോ ഒന്ന് അയച്ചുതരാം. നിങ്ങളൊന്ന് ജസ്റ്റ് ഇതിലെ കൂടെ ഒന്ന് ഇതിനെപ്പറ്റി ഒന്ന് നോക്കിക്കോ. ഓക്കെ, 5 മിനിറ്റ് കൊണ്ടേ ഉള്ളൂ. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇനി അടുത്ത സെഷനിൽ ഞാൻ ഈ ഡേറ്റാബ്രിക്സ് ഒന്ന് കാണിച്ചു തരാം. പിന്നെ മറ്റേ പൈപ്പ് ലൈൻ നമുക്ക് ഒന്നുകൂടെ നോക്കിയിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, എന്നാ പിന്നെ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? വേറെ ഡൗട്ടൊന്നുമില്ല. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വേറെ ഡൗട്ടൊന്നുമില്ല. അപ്പൊ ഒന്നും മനസ്സിലായില്ലൊന്നും. അല്ല, ഞാൻ ഉറങ്ങുമായിരുന്നില്ല. ഉറക്കത്തിന് എണീച്ചു എന്ന് പറഞ്ഞു. വേറെ ഡൗട്ട് നോ ഡൗട്ട് സാർ. അറ്റൻഡൻസ് എന്താ പഠിപ്പിച്ചേ? വേണ്ട, എനിക്കറിയാം. ഓക്കെ, വീഡിയോ കോൾ ആക്കണം ക്ലാസ്. വീഡിയോ കോൾ ആക്കണം ക്ലാസ്, അല്ലെങ്കിൽ എല്ലാം കിടന്ന് ഉറങ്ങും. പ്രശ്നമുണ്ട്. വൈഫൈ അപ്ഗ്രേഡ് ചെയ്യുന്ന പണിയില്ല. നല്ല സ്പീഡില്ല അവിടുത്തെ വൈഫൈ. ഓ, വൈഫൈ ഇല്ല, ലാസിംബ്രോ ഇവിടെ ഉണ്ട്. ക്ലാസ് ഒക്കെ സ്കിപ്പ് ചെയ്ത് നടക്കാണല്ലോ. ഇന്ന് ട്രെയിനിങ് ആയിരുന്നു. പവർ ബി ഐ ട്രെയിനിങ് ആയിരുന്നു. പവർ ബി ഐ ട്രെയിനിങ് ഈസി ആട്ടാ. കൊറേ ഡീപ്പായിട്ടുണ്ട്. അവര് എല്ലാം കൺസെപ്റ്റ് എല്ലാം പറഞ്ഞു. പവർ ബി ഐ ഈസി ആയിട്ടുള്ളൊരു സംഭവം പഠിക്കാൻ. നല്ല ഈസി പറഞ്ഞു കഴിഞ്ഞാല് ഇനിയും കുറെ ആപ്ലിക്കേഷൻസ് ഉണ്ടോ, എല്ലാത്തിനും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. കുറെ എക്സസൈസ് ഉണ്ടായിരുന്നു, കുറെ എക്സസൈസിനുള്ള കുറെ ലിങ്ക് ഒക്കെ തന്നിട്ടുണ്ട്.
ചുമ്മാ അല്ല ഉം. അനക്കൊന്നുമില്ലാത്ത. പക്ഷെ പവർ ബി കുറെ ഐ പഠിക്കാനുണ്ട്, പ്രാക്ടീസ് ചെയ്തോ. പ്രാക്ടീസ് ചെയ്യണം. പവർ ബി ഐ കണ്ടിന്യൂസ് പ്രാക്ടീസ് ചെയ്താലേ നമുക്ക് ഒരു അല്ലെങ്കിൽ സിനാ മറന്നു പോട്ടാ, അത് അങ്ങനെ ഒരു സംഭവം പെട്ടെന്ന് സിനാരിയോ മറന്നു. കിട്ടിയാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ ആ പറ്റത്തില്ല. അതെ 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 ഫീച്ചർ അതെ. അതിന്റെ ഒരു ഫീച്ചർ ഒക്കെ കറക്റ്റ് ആണ്. അതിനൊക്കെ വൈഫൈന്റെ മോഡം മാറ്റുന്നത്. അസംബ്ലിമായിരുന്നു. ആ ഫോണ് ഡെലിവർ ചെയ്തിട്ട് ഓല് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലായിരുന്നു. ഓക്കെ കോൺഫിഗർ ചെയ്യും. ഓക്കെ. എന്നാ ശരി, എന്നാ നടക്കട്ടെ. ഇപ്പൊ കട്ടാവും തോന്നുന്നു. ഓക്കെ 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 ശരി. ശരി ശരി. ഓക്കെ. താങ്ക് യു. താങ്ക് യു താങ്ക് യു. ഓക്കെ ബൈ. എന്താന്ന് ഫുഡ്? പിന്നെ ഇതൊക്കെ റെക്കോർഡിങ്ങിൽ വരുമല്ലോ. മത്തി പൊരിച്ചത്.